welcome you all to Econometrica. I am Kavya. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് 5-year പ്ലാൻസിന്റെ വേറെ പേരുകളെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും റെഡിയാണോ? റെഡിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് 5-year പ്ലാനിനെ കുറിച്ചാണ്. അപ്പൊ ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഫസ്റ്റ് 5-year പ്ലാനിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ഹാരോൾഡ് ഡോമർ മോഡൽ എന്നാണ് വിളിക്കുന്നത് അല്ലെ? ഫസ്റ്റ് 5-year പ്ലാനിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഹാരോൾഡ് ഡോമർ മോഡൽ എന്നാണ് വിളിക്കുന്നത്. സെക്കൻഡ് 5-year പ്ലാനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മഹൽനോബസ് മോഡൽ. ഏതാണ്? മഹൽനോബസ് മോഡൽ. ഫസ്റ്റ് 5-year പ്ലാനിനെ വിളിക്കുന്നത് ഹാരോൾഡ് ഡോമർ മോഡൽ എന്നാണ്. സെക്കൻഡ് 5-year പ്ലാനിനെ നമ്മൾ വിളിക്കുന്നത് മഹൽനോബസ് മോഡൽ എന്നാണ്. തേർഡ് 5-year പ്ലാനിലാണ് ഗാഡ്ഗിൽ മോഡൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. തേർഡ് 5-year പ്ലാനിനെയാണ് ഗാഡ്ഗിൽ മോഡൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫസ്റ്റിനെ ഹാരോൾഡ് ഡോമർ മോഡൽ, സെക്കൻഡ് 5-year പ്ലാനിനെ നമ്മൾ മഹൽനോബസ് മോഡൽ എന്ന് വിളിക്കും. തേർഡ് 5-year പ്ലാനിനെ നമ്മൾ ഗാഡ്ഗിൽ മോഡൽ എന്നാണ് വിളിക്കുന്നത്. ഫോർത്ത് 5-year പ്ലാനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസിസ്റ്റൻസി മോഡൽ. ഫോർത്ത് 5-year പ്ലാനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസിസ്റ്റൻസി മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ മോഡല് എസ് മാനിയും അതുപോലെ തന്നെ രുദ്രയും കൂടിയാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് 5-year പ്ലാനിനെ ഹാരോൾഡ് ഡോമർ മോഡൽ എന്ന് വിളിക്കും. സെക്കൻഡ് 5-year പ്ലാനിനെ മഹൽനോബസ് മോഡൽ എന്ന് വിളിക്കും. തേർഡ് 5-year പ്ലാനിനെ ഗാഡ്ഗിൽ മോഡൽ എന്ന് വിളിക്കും. ഫോർത്ത് 5-year പ്ലാനിനെ കൺസിസ്റ്റൻസി മോഡൽ എസ് മാനി ആൻഡ് രുദ്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് 5-year പ്ലാനിനെ നമ്മൾ ട്രൈബൽ മോഡൽ എന്നാണ് വിളിക്കുന്നത്. ഫിഫ്ത്ത് 5-year പ്ലാനിനെ ട്രൈബൽ മോഡൽ അല്ലെങ്കിൽ ട്രൈബൽ സബ് പ്ലാൻ മോഡൽ എന്ന് നമ്മൾ വിളിക്കും. അതുപോലെ തന്നെ ട്രിക്കിൾ ഡൗൺ മോഡൽ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ട്രൈബൽ സബ് പ്ലാൻ മോഡൽ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ട്രിക്കിൾ ഡൗൺ മോഡൽ എന്നും നമ്മൾ ഏത് മോഡലിനെ വിളിക്കാറുണ്ട്? ഫിഫ്ത്ത് 5-year പ്ലാനിനെ നമ്മൾ വിളിക്കാറുണ്ട്. 89 സെക്ടർ മോഡൽ, 89 സെക്ടർ മോഡൽ എന്ന് പറയുന്നത് സിക്സ്ത് 5-year പ്ലാൻ ആണ്. 89 സെക്ടർ മോഡൽ എന്ന് പറയുന്നത് സിക്സ്ത് 5-year പ്ലാൻ ആണ്. ഓർക്കുക, ഫസ്റ്റ് 5-year പ്ലാനിനെ ഹാരോൾഡ് ഡോമർ മോഡൽ, സെക്കൻഡ് 5-year പ്ലാനിനെ മഹൽനോബസ് മോഡൽ, തേർഡ് 5-year പ്ലാനിനെ ഗാഡ്ഗിൽ മോഡൽ, ഫോർത്ത് 5-year പ്ലാനിനെ കൺസിസ്റ്റൻസി മോഡൽ അല്ലെങ്കിൽ എസ് മാനി ആൻഡ് രുദ്ര മോഡൽ, ഫിഫ്ത്ത് 5-year പ്ലാനിനെ ട്രൈബൽ സബ് പ്ലാൻ അല്ലെങ്കിൽ ട്രിക്കിൾ ഡൗൺ മോഡൽ, ഗരീബി ഹട്ടാവോ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. സിക്സ്ത് 5-year പ്ലാനിനെ നമ്മൾ 89 സെക്ടർ മോഡൽ എന്ന് വിളിക്കാറുണ്ട്. ഇനി സെവൻത് പ്ലാനിലാണ് ശരിക്കും എന്ത് വന്നത്? ഇൻക്ലൂസീവ് എന്ന കോൺസെപ്റ്റ് ഉരുത്തിരിഞ്ഞ് വന്നത്. അപ്പൊ സെവൻത് 5-year പ്ലാനിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻക്ലൂസീവ് മോഡൽ എന്ന് വിളിക്കും. സെവൻത് 5-year പ്ലാനിനെ ഇൻക്ലൂസീവ് മോഡൽ എന്നാണ് നമ്മൾ ജനറലി വിളിക്കാറുള്ളത്. എയ്ത്ത് 5-year പ്ലാനിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡിക്കേറ്റീവ് മോഡൽ. ഇൻഡിക്കേറ്റീവ് മോഡൽ. എയ്ത്ത് 5-year പ്ലാനിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡിക്കേറ്റീവ് മോഡൽ എന്നാ. ഫസ്റ്റ് വൺ ഹാരോൾഡ് ഡോമർ, സെക്കൻഡ് വൺ മഹൽനോബസ്, തേർഡ് വൺ ഗാഡ്ഗിൽ, ഫോർത്ത് വൺ കൺസിസ്റ്റൻസി മോഡൽ, ഫിഫ്ത്ത് വൺ ട്രൈബൽ സബ് പ്ലാൻ, സിക്സ്ത് വൺ 89 സെക്ടർ മോഡൽ, സെവൻത് വൺ ഇൻക്ലൂസീവ് മോഡൽ, എയ്ത്ത് വൺ ഇൻഡിക്കേറ്റീവ് മോഡൽ, നയൻത്ത് വണ്ണിനെ SSA മോഡൽ എന്ന് വിളിക്കും. അതായത് സർവശിക്ഷ അഭിയാൻ മോഡൽ എന്ന് വിളിക്കും. നയൻത്തിന് നമ്മൾ എന്ത് വിളിക്കും? സർവശിക്ഷ അഭിയാൻ മോഡൽ എന്ന് വിളിക്കും. 10th മോഡലിനെ മാക്സിമം ഗ്രോത്ത് മോഡൽ എന്ന് വിളിക്കും. 10th മോഡലിനെ മാക്സിമം ഗ്രോത്ത് മോഡൽ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത് 10th മോഡലിനെ? 10th മോഡലിനെ മാക്സിമം ഗ്രോത്ത് മോഡൽ. 11th മോഡലിനെ നമ്മൾ എൻഡോജീനിയസ് മോഡൽ എന്ന് വിളിക്കും. എന്താണ്? 11th മോഡലിനെ നമ്മൾ എൻഡോജീനിയസ് മോഡൽ എന്ന് വിളിക്കും. 12th മോഡലിനെയോ ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് മോഡൽ എന്ന് വിളിക്കും. ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് മോഡൽ. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താലോ? ഫസ്റ്റ് മോഡൽ ഹാരോൾഡ് ഡോമർ മോഡൽ, സെക്കൻഡ് മോഡൽ മഹൽനോബസ് മോഡൽ, തേർഡ് മോഡൽ ഗാഡ്ഗിൽ മോഡൽ, ഫോർത്ത് മോഡൽ കൺസിസ്റ്റൻസി മോഡൽ, ഫിഫ്ത്ത് മോഡൽ ട്രൈബൽ സബ് പ്ലാൻ ട്രിക്കിൾ ഡൗൺ മോഡൽ, സിക്സ്ത് മോഡൽ 89 സെക്ടർ മോഡൽ, സെവൻത് മോഡൽ ഇൻക്ലൂസീവ് മോഡൽ, എയ്ത്ത് മോഡൽ ഇൻഡിക്കേറ്റീവ് മോഡൽ, നയൻത്ത് മോഡൽ സർവശിക്ഷ അഭിയാൻ മോഡൽ, 10th മോഡൽ മാക്സിമം ഗ്രോത്ത് മോഡൽ, 11th മോഡൽ എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽ, 12th മോഡൽ ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് മോഡൽ. അപ്പൊ ഫസ്റ്റ് മോഡൽ ഏതാണ്? എല്ലാവരും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോനായി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.